Hello dear students, so today we are going to discuss the second disease related to women health, that's osteoporosis. And we know this is often called a silent disease, and in this condition the bones become weak and brittle. Bones ഒക്കെ weak and brittle ആയിട്ട് അത് പൊടിഞ്ഞു പോകുന്നൊരു കേസാണ് ഉണ്ടാകാറ്. അത് പൊതുവേ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ്, ബട്ട് ഇറ്റ്സ് മോർ സിവിയർ ഇൻ വുമൺ ആൻഡ് ഇറ്റ്സ് മോർ പ്രിവാലൻ്റ് ഇൻ വുമൺ. ഹിയർ ബോഡിയിൽ നാച്ചുറലി നടക്കുന്നൊരു മെക്കാനിസമാണ് ബോണിലുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും അതിൻ്റെ റീസോപ്ഷൻ മീൻസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി കാൽഷ്യം ഫ്രം ദി ബോൺ. എന്ന് വെച്ചാൽ ബോണ് നമുക്കറിയാം കാൽഷ്യം ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ അതേ ഈക്വൽ എമൗണ്ടിൽ വിഡ്രോവലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് ലൈഫ് ലോങ് ബോണിൽ ഈ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ബട്ട് ആസ് ദി ഏജ് ഇൻക്രീസസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആകുന്നതിനനുസരിച്ച് ഈ അബ്സോർപ്ഷൻ്റെ അല്ലെങ്കിൽ ബോണിൽ കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിഷൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ബാലൻസ് പിന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റീപ്ലേസ്മെൻറ്റ് വെച്ചാൽ എടുത്ത സാധനം തിരിച്ച് കാൽഷ്യം വെക്കുന്നത് എന്താകുന്നില്ല, മര്യാദക്ക് നടക്കാണ്ടാകും, കൂടുതൽ വിഡ്രോവലായിട്ട് മാറാണ് ചെയ്യുക. ആൻഡ് ന്യൂ ബോൺ ഫോർമേഷനും ഒക്കെ സ്റ്റോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോണിക് ഡിസീസ് ആൻഡ് it is more prevalent in women. That is 1 in 3 women are affected by this, especially over the age of 50 years. And bone density, bone quality ഒക്കെ അതുകൊണ്ട് ഇമ്പായർമെൻറ്റ് നടക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ യൂഷ്വലി ഉള്ളൊരു ബോൺ സ്ട്രക്ചർ എന്നാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെട്രിക്സ് പോലെ കൊളാജൻ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഇൻ ദാറ്റ് ദി കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ഈസ് ബീങ് ഡെപ്പോസിറ്റഡ്. ഓക്കെ, സോ ദിസ് കീപ്സ് ഓൺ ഡെപ്പോസിറ്റിംഗ് ആൻഡ് ഇറ്റ് ഈക്വലി ഈസ് വിഡ്രോൺ. ആൻഡ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ബോൺ റീമോഡലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ബോൺ റീസോപ്ഷൻ പറയും. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ബോൺ റീമോഡലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറുപ്പത്തിൽ എല്ല് പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ ആ പൊട്ടിയ എല്ലിൻ്റെ അവിടേക്ക് രണ്ടാമത് വന്ന് കണ്ട് എന്ത് നടക്കും, അവിടെ റീസോപ്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ബോൺ റീമോഡലിംഗ് വരുന്നതാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ ക്രാക്സും കാര്യങ്ങളൊക്കെ എന്താകും, റീമോഡൽ ചെയ്തിട്ട് ഹീൽ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ നാച്ചുറൽ മെക്കാനിസം. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് 2 സെൽസാണ്, ഓസ്റ്റിയോക്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓസ്റ്റിയോക്ലാസ്റ്റ് പറയുമ്പോൾ ബോൺ റീസോപ്ഷനെ ഹെൽപ്പ് ചെയ്യണതാണ്, ദാറ്റ് ഈസ് കാൽഷ്യം വിഡ്രോവൽ. ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ബോൺ ഫോർമേഷൻ. സോ ദീസ് ആക്ട് ഈക്വലി, ബട്ട് ഇഫ് ദി ഫോർമേഷൻ ഓഫ് ദീസ് സെൽസ് ആൻഡ് ദി ബോൺ ഇസ് ഇംബാലൻസ്ഡ്, the bone resorption exceeds bone formation and this result in the bone loss. Okay, അപ്പോൾ ടൈപ്സിൽ പറയുന്നത് പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് ടൈപ്പ് 1 ആയിട്ട് വരുന്നതാണ്. പോസ്റ്റ് മെനോപ്പോസിലെ ഓസ്റ്റിയോപോറോസിസ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ മെനോപ്പോസ്. ഇവിടെ റീസൺ എന്താ വെച്ചാൽ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിയാണ്. ആൻഡ് ഇറ്റ് യൂഷ്വലി കോസസ് ഫ്രാക്ചേഴ്സ് ഇൻ റിസ്റ്റ് ആൻഡ് സ്പൈൻ. സീനൈൽ ഓസ്റ്റിയോപോറോസിസ് പറയുമ്പോൾ എൽഡർ വുമൻ ആൻഡ് മെയിൽസിലാണ് അത് കാണാറ്. This is a natural mechanism and it occurs due to reduced calcium absorption, vitamin D deficiencies, and there is a natural decreased bone formation or resorption happening. Usually നടക്കുന്ന ഫ്രാക്ചേഴ്സ് ഹിപ്പ് ആൻഡ് വെർട്ടബ്രക്കാണ്. ഓക്കെ, secondary osteoporosis is due to underlying diseases that affects the calcium metabolism like hyperthyroidism or other issues like diabetes, long term corticosteroid therapy, CKD or malabsorption syndromes etc. ഇറ്റിയോളജിയിൽ വരുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം പോലത്തെ മറ്റുള്ള റിസ്കുകൾ, ഹൈപ്പർ പാരാതൈറോയിഡിസം, celiac disease which affects the gut and in turn affects the calcium absorption, CKD which causes the bone marrow hormones is also affected in turn. Okay, and rheumatoid arthritis and sex compared to men it is greater in women due to lower peak bone mass and smaller bones than men. Okay, that is natural. സോ ഓസ്റ്റിയോപോറോസിസ് അഥവാ സ്ത്രീകളിൽ വരാണെന്നുണ്ടെങ്കിൽ ആ ഉള്ള കുറഞ്ഞ ബോൺസ് മാത്രമേ അവർക്ക് ലോസ് ആകാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ മെന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ പെട്ടെന്ന് വരാം ഫീമെയിൽസിലാകും ഡ്യൂ ടു ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്മോളർ ബോൺസ്. ഓക്കെ, പിന്നെ ഏജിങ്ങിനനുസരിച്ച് ബോൺസിൻ്റെ ലോസ് പെട്ടെന്ന് നടക്കാറുണ്ട്. ബോഡി സൈസിനനുസരിച്ച് കുറഞ്ഞ ബോഡി സൈസുള്ളവർക്ക് സ്വാഭാവികമായിട്ടും തിൻ ബോണ്ടായിട്ടുള്ളവരായിരിക്കും, അവർക്ക് വല്ലാണ്ട് ബോൺ ഡെൻസിറ്റി ഉണ്ടാകില്ല. ആൻഡ് ഫാമിലി ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഇഫ് ദി പാരൻസ് ഹാസ് ഓസ്റ്റിയോപോറോസിസ് ഓർ ഹിപ്പ് ഫ്രാക്ചർ there is a higher risk. ഇനി ഹോർമോണൽ ചേഞ്ചസ് ആണ് വരുന്നത്, ലോ ഓസ്ട്രോജൻ ലെവൽസ് ലൈക്ക് ഇൻ മെനോപോസ്. ആൻഡ് ഇഫ് ദർ ഈസ് നോ മെനോപോസ് ഓർ other menopausal conditions which causes low estrogen, it also increases the risk. And then there is the diet which സ്വാഭാവികമായിട്ടും കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ബോൺസിന് ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് എക്സസീവ് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും എന്ത് വരാം, അതേപോലെ പുവർ പ്രോട്ടീൻ ഇൻടേക്ക് ഉള്ളവർക്കും എന്ത് വരാം, ഓസ്റ്റിയോപോറോസിസ് റിസ്ക് കൂടും. വൈറ്റമിൻ ഡി ഈസ് എസെൻഷ്യൽ ഫോർ ബോൺ സ്ട്രെങ്ത് ആൻഡ് കാൽഷ്യം അബ്സോർപ്ഷൻ. കാൽഷ്യം മാത്രം പോയിട്ട് കാര്യമില്ല, വൈറ്റമിൻ ഡി ഷുഡ് ഓൾസോ ഗോ അലോങ് വിത്ത് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് കംസ് ദി മെഡിക്കേഷൻസ്. സോ
ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അതേപോലെ എപ്പിലിപ്റ്റിക് മെഡിക്കേഷൻസ് ആൻഡ് ക്യാൻസർ മെഡിസിൻസ് ഒക്കെ ഇതിനെ ഇൻ്റർഫിയർ ചെയ്യും. ആൻഡ് നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് സംതിങ് ദാറ്റ് വി കാൺ ഡു എനിത്തിങ് അബൌട്ട്, വി കാൺ ചേഞ്ച് ഇറ്റ്. ഓക്കെ, സോ ആസ് ഏജ് ഇൻക്രീസസ് it's a natural mechanism and the risk increases for osteoporosis. Females have a naturally increased risk, family history, early menopause and small body frame, which is entirely upon the genetics. And modifiable risk factors varnadana diet. Okay, then there is the sedentary lifestyle. As long as you keep using your bones, it keeps rejuvenating and it keeps maintaining its health. Okay, so it can be used further. The body only rebuilds it according to the need. Okay, and smoking വരുന്നുണ്ട്, and alcohol like and other drug consumption, low body weight and high caffeine intake will interfere with calcium and vitamin D absorption. And next, looking into the pathophysiology, reduced estrogen or testosterone levels increase the osteoclastic activity, that is the bone resorption process, and decreased calcium absorption leads to secondary hyperparathyroidism, which adds more fuel into the osteoporosis risk. Okay, ഓൾറെഡി ഹൈപ്പർ പാരാതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് വരാം. ഇത് കൂടാണ്ട് കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാൽഷ്യം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദിസ് ഫെർദർ ആഡ്സ് ഫ്യൂൽ ഇൻ ടു ദി ഓർ ബിക്കംസ് അനദർ കോസ് ഫോർ ദി ഹൈപ്പർ പാരാതൈറോയിഡിസം. ഇൻക്രീസ്ഡ് പാരാതൈറോയിഡ് ഹോർമോണാണ് ഇവിടെ നടക്കുന്നത്, ആൻഡ് വിച്ച് ഇൻ ടേൺ റിസൾട്ട്സ് ഇൻ ബോൺ റിസോർപ്ഷൻ ഓർ ദ ഡിസ്റപ്ഷൻ ഓഫ് ദാറ്റ് ഇക്വിലിബ്രിയം ഓർ ദി ബാലൻസ് ബിറ്റ്വീൻ റിസോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇനി ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ബോൺ ഒന്നുകൂടി പോറസ് ആകും, ലോസസ് ദി കാൽഷ്യം ആൻഡ് ദി സ്ട്രെങ്ത്, ഡെൻസിറ്റി ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് മോർ ഫ്രാജൈൽ. ഇനി മാനിഫെസ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ, ബോൺ പെയിൻ വരും, ലോസ് ഓഫ് ഹൈറ്റ് ബിക്കംസ് എ പ്രോബ്ലം ഡ്യൂ ടു ലെസ് ബോൺ റീമോഡലിംഗ് അല്ലെങ്കിൽ ലെസ് ബോൺ ഗ്രോത്ത്, ആൻഡ് ദർ ഇസ് എ സ്റ്റൂപ്ഡ് പോസ്ചർ എന്ന് വെച്ചാൽ കുനിഞ്ഞിട്ടുള്ളൊരു പോസ്ചർ ആയിരിക്കും. ഇതിനെ നമ്മൾ കൈഫോസിസ് അല്ലെങ്കിൽ ഡോവേജേഴ്സ് ഹംപ് എന്ന് പറയും. ഫ്രാക്ചേഴ്സ് വിത്ത് മിനിമൽ ട്രോമ. ഓക്കെ, റീസെൻറ്റ് ഫ്രീക്വൻ്റ്ലി ഫ്രാക്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കും. ഹിപ്പ് ഫ്രാക്ചേഴ്സ്, വെർട്ടിബ്രൽ കംപ്രഷൻ ഫ്രാക്ചേഴ്സ്, റിസ്റ്റ് ഫ്രാക്ചേഴ്സ് ഒക്കെ നടക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി കോംപ്ലിക്കേഷൻസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ്. ഇവിടെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക, ആൻഡ് ഇറ്റ് ഓൾസോ എഫക്ട് ദി ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ വെൽബീങ് ആൻഡ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. Okay, so they can't move around too much, and it in turn affects their quality of life. First one is fragility fractures. Okay, this is caused due to any small trauma, അല്ലെങ്കിൽ എന്തെങ്കിലും minor fall or bending or even cuffing can break your bones when your osteoporosis has become very problematic. ആൻഡ് അതിൽ വരുന്നതാണ് വെർട്ടിബ്രൽ ഫ്രാക്ചേഴ്സ് വരുന്നുണ്ട്. അത് കംപ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇഞ്ചുറി കൊണ്ടോ ഒക്കെ നടക്കാം. ഇറ്റ് ലീഡ്സ് ടു ക്രോണിക് ബാക്ക് പെയിൻ, ലോസ് ഓഫ് ഹൈറ്റ്, സ്പൈനൽ ഡിഫോമിറ്റീസ് എക്സെട്ര. ഹിപ്പ് ഫ്രാക്ചേഴ്സ് കൂടുതലും എൽഡർലിയിലാണ് വരുന്നത്, സർജറി വേണ്ടി വരും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ, അഥവാ തീരെ അനക്കല്ലാണ്ട് ബോഡി ഒന്ന് അനക്കാണ്ട് ഒരു ഭാഗത്തെങ്കിലും അടിഞ്ഞു കൂടിയാൽ അതിനനുസരിച്ച് അവരെ റിസ്ക് കൂടും. ഹൈ മോർബിഡിറ്റി ആൻഡ് ഹൈ മോർട്ടാലിറ്റി. Many patients do not regain full mobility after this. Okay, they won't be able to move properly after this. And wrist and forearm fractures ഉണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ വുമനിലാണ്. യൂഷ്വലി ഡ്യൂ ടു ഫോൾസ് ഓർ ഔട്ട് സ്ട്രെച്ച്ഡ് ഹാൻഡ്. ടു മച്ച് വർക്ക് അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ ബെയർ ചെയ്യുമ്പോൾ നടക്കാം. ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് നടക്കും ഹാൻഡിൻ്റെ. റിബ് ആൻഡ് പെൽവിക് ഫ്രാക്ചേഴ്സ് വരുന്നത് കൂടുതലും മൈനർ ട്രോമ കാരണമാണ്. പെയിനും ഡിഫിക്കൽട്ടിയും ബ്രീത്തിങ്ങാണ് മെയിനായിട്ടും വരാം. ക്രോണിക് പെയിന് വരും, വിച്ച് യൂഷ്വലി പെർസിസ്റ്റൻറ്റ് ബാക്ക് പെയിൻ, ആൻഡ് ഇറ്റ് മേ ബി മൈൽഡ് to severe and it can be long lasting also. Chronic pain limits their daily activities and mobility. Loss of height വരും, that is due to repeated vertebral fractures. Okay, repeated fractures വരുമ്പോൾ ആ ബോൺ മര്യാദയ്ക്ക് ഹീൽ ആവില്ല. സോ ദർ ഈസ് നോ മച്ച് ഹീലിംഗ്, നൈദർ ദർ ഈസ് ഗ്രോത്ത്. ഓക്കെ, സോ പ്രോഗ്രസീവായിട്ട് ഹൈറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും, ആളുടെ ബോഡി പ്രൊപ്പോർഷൻസ് ഒക്കെ മാറും. ആൻഡ് ഇഫ് ദർ ഇസ് എ ലോസ് ഓഫ് ഹൈറ്റ്, ഇറ്റ്സ് ആൻ ഏർലി സൈൻ ഓഫ് ഓസ്റ്റിയോപോറോസിസ്. ആൻഡ് കൈഫോസിസ് അല്ലെങ്കിൽ സ്റ്റൂപ്പിഡ് പോസ്ചറൊക്കെ ഒരു ഫോർവേഡ് കർവേച്ചർ വരാണ് സ്പൈനിന്. ഇറ്റ് കോസസ് പൂർ പോസ്ചർ, ബാലൻസ് പ്രോബ്ലംസ് ആൻഡ് മോർ റിസ്ക് ഓഫ് ഫോൾസ്. ആൻഡ് റെഡ്യൂസ്ഡ് മൊബിലിറ്റി ആൻഡ് ഫങ്ഷണൽ ഡിസബിലിറ്റി പറയുമ്പോൾ അത് പെയിന് കൊണ്ടും അതേപോലെ ഫ്രാക്ചേഴ്സ് കൊണ്ടും അവരെ വാക്കിങ്ങിനും ഡെയിലി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റി കുറയും. So they may need their walking aids and long-term care. They will have to be dependent on others for their daily functions and activities if they are disabled. Increased risk of falls. Okay, usually bonesum musclesum വീക്ക് ആകുമ്പോൾ ദേ ഫോൾ ഈസിലി. ഓക്കെ, അവരുടെ ബാലൻസ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് വീക്ക് ആകുമ്പോൾ തന്നെ. ആൻഡ് സ്വാഭാവികമായിട്ടും ആ ഫോളിൻ്റെ ഭാഗമായിട്ട് ഫ്രാക്ചേഴ്സ് വരും, അത് ഇമ്മൊബിലിറ്റി കോസ് ചെയ്യും. വീണ്ടും ഉള്ള മസിൽ ആ ഇമ്മൊബിലിറ്റി കാരണം വീക്കാകും ആൻഡ് മോർ ഫോൾസ് ഇസ് റിസൾട്ട്. ദർ ഇസ് എ വിഷ്യസ് സൈക്കിൾ ഫോളോയിങ് ആഫ്റ്റർ ദാറ്റ്. ആൻഡ് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഈ
പോസ്റ്ററിൻ്റെ കൈഫോസിൻ്റെ എഫക്റ്റ് ആയിട്ടാണ് വരിക. റെഡ്യൂസ്ഡ് ലങ് കപ്പാസിറ്റി ആയിരിക്കും, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും. ഡയഗ്നോസിസ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്. ഇവിടെ ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷോമെട്രി, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡെക്സ ഇസ് ഡൺ. അവിടെ ടി സ്കോർ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ചെയ്യുക. ഈ ഒരു രീതിക്കാണ് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ആൻഡ് ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യും. സെറം കാൽഷ്യം, സെറം ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്യും. തൈറോയ്ഡ് ഹോർമോൺസും ചെക്ക് ചെയ്യും. പിന്നെ ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ മെയിനായിട്ടുള്ള റോള് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ആണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് കാൽഷ്യം വൈറ്റമിൻ്റെ ആണ് മെയിൻ ഫോക്കസ്. അഡൽട്ടിൽ 1000 to 1200 milligram per day മസ്റ്റ് ആയിട്ട് കൊടുക്കണം. യൂഷ്വൽ RDA 1000 ആണ്. അബവ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. സോഴ്സസ് ആയിട്ട് കാരണം റിച്ചസ്റ്റ് സോഴ്സസ് ഓഫ് കാൽഷ്യം മെയിനായിട്ട് വരുന്ന ഡയറി പ്രോഡക്ട്സ് ആണ്. ദെൻ ലിവർ, നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ ലിവർ. ദെൻ കംസ് ദി വെജിറ്റേറിയൻ ഫുഡ്സ്. ആൻഡ് ഇൻ രാഗി ആൻഡ് സം കേസസ് ദർ ഇസ് ഫൈറ്റേറ്റ്സ് ആൻഡ് ഫൈറ്റിക് ആസിഡ്സ് വിച്ച് ഇൻ ടേൺ ഇൻ്റർഫിയർസ് ഇറ്റ്സ് അബ്സോർപ്ഷൻ. ഓക്കെ, സോ ഇതിൽ കുറച്ചൊക്കെ മാത്രമേ അബ്സോർബ് ആവുള്ളൂ. വൈറ്റമിൻ ഡി നോക്കുമ്പോൾ 600 to 800 international unit per day ആണ് വേണ്ടത്. സോഴ്സസ് ആയിട്ട് മെയിനായിട്ടും മേജർ സോഴ്സ് സൺലൈറ്റ്, ഓഫ് കോഴ്സ്, എഗ് യോക്ക്, ഫാറ്റി ഫിഷ് ആൻഡ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ഓക്കെ, ലൈക്ക് വൈറ്റമിൻ ഡി, ഫോർട്ടിഫൈഡ് മിൽക്ക് ഒക്കെ. പിന്നെ പ്രോട്ടീൻ കൊടുക്കുക ഫോർ ദി bone matrix formation. We know that the osteoclast and osteoblast and other minerals like calcium and phosphorus is embedded or incorporated into a matrix in the bone that is made of collagen. This collagen is a pure protein. Okay, and other nutrients which support it is phosphorus supports the bone mineralization or the deposition of calcium and phosphorus, and magnesium increases the bone strength. Vitamin K activates the osteocalcin, which is a hormone, and vitamin C promotes collagen synthesis. Okay, this is the relation between vitamin C and collagen, which is why we promote vitamin C for skin health also. Okay, so lifestyle management weight bearing exercises should be done. Okay, apart from the cardio like walking or jogging, or they need to do weight bearing exercise, which means weightlifting, and just minor weights can be included while their exercises. And resistance training includes higher weight bearing exercises like using dumbbells or other equipments, more heavier equipments. Okay, and smoking and alcohol should be avoided. Fall prevention strategies should be started in elderly, and healthy body weight should be maintained, especially if their body is of poor stature. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റിൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കും. ബൈഫോസ്ഫോനേറ്റ്സ് ഷുഡ് ബി ഗിവൻ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇൻ സെലക്ടഡ് കേസസ് ലൈക്ക് പോസ്റ്റ് മെനോപോസൽ വുമൻ, and selective estrogen receptor modulators should be given to improve their estrogen sensitivity and use. Calcitonin should be provided for the bone growth. ഈ പ്രിവെൻഷനിൽ വരുന്നതാണ്. ഒന്ന്, from childhood itself ensure your calcium and vitamin D intake. Regular physical activity should be ensured or made compulsory. Healthy lifestyle habits should be maintained. Early screening in high risk individuals would be beneficial, and general awareness regarding menopause and old age should be given. Now that's all about osteoporosis. So we discussed the prevention, the complications, and the symptoms related to osteoporosis. In management we discussed nutritional and medical management, and other ways we can control it. And then we discussed the types of osteoporosis, what is the natural bone structure and bone remodeling mechanism, and in general what osteoporosis is. So thank you. Make your notes and study for the next class.